ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. രാമായണം ഉദ്ഘോഷിക്കുന്ന ആന്തരിക ഗഹനമായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കി അവയെ നമ്മുടെ ജീവിതത്തിലേക്ക് സംസ്കരിക്കാൻ വേണ്ടി ബ്രഹ്മകുമാരീസ് ഒരുക്കിയിരിക്കുന്ന ഈ രാമായണ തീർത്ഥാടനത്തിലൂടെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ വന്നാലും വരൂ. ഓം ശാന്തി. ഓം ശാന്തി. ഓരോ വർഷവും കർക്കിടക മാസം രാമായണ മാസമായി നാം ആചരിക്കാറുണ്ട്. രാമായണം എന്ന വാക്കിന്റെ ഒരർത്ഥമാണ് രാവമായണം. രാവ എന്നാൽ രാത്രി, അതായത് അജ്ഞത. അജ്ഞത മാറണം എന്നതാണ് രാമായണം എന്ന വാക്കിന്റെ ഒരർത്ഥം. പക്ഷേ രാമായണം വായിച്ചു കഴിഞ്ഞ ശേഷം, രാമായണം ശ്രവിച്ച ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള അജ്ഞത മാറുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നാം നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഭാരതം ശാസ്ത്ര ഗ്രന്ഥ ഇതിഹാസ പുരാണങ്ങളുടെ ഉറവിടമാണ്. ഇവയിലെല്ലാം അനേകം സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രാമായണം എന്ന മഹാകാവ്യത്തിലും ഇന്നത്തെ ലോകത്തിൽ മനുഷ്യന് സമാധാനപൂർവ്വം ജീവിക്കേണ്ട പല സത്യങ്ങളും രഹസ്യങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ നാം ആ രീതിയിലാണോ അതിനെ വായിക്കുന്നത്, ആ രീതിയിലാണോ അതിനെ കേൾക്കുന്നത് എന്ന ഒരു ചോദ്യം നാം നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അന്നും ഇന്നും എന്നും രാമായണത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. രാമായണം എന്ന മഹാകാവ്യത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ശ്രേഷ്ഠമായ മാർഗദർശനം, പഠിത്തം, ജീവിതത്തിന് വേണ്ട ആചരണങ്ങൾ, നമ്മുടെ വ്യവഹാരത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. രാമായണ മാസം ആചരിക്കാനുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ജ്ഞാനം നേടേണ്ടതുമാണ് രാമായണത്തിലൂടെ. രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിനും അവരവരുടേതായ പ്രാധാന്യം ഉണ്ട്. ഉദാഹരണത്തിന് ശ്രീരാമൻ എന്നൊരു കഥാപാത്രത്തിനെ നാം എടുക്കുകയാണെങ്കിൽ, ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ്, ഉത്തമനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മാതൃകാ പുരുഷനായിട്ടാണ് ശ്രീരാമനെ കാണിച്ചിരിക്കുന്നത്. ശ്രീരാമന്റെ ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ശ്രീരാമൻ ഒരിക്കലും ആരുടെ നേർക്കും വിരലി ചൂണ്ടി ഇവര് കാരണമാണ് അവര് കാരണമാണെന്ന് പറഞ്ഞിട്ടില്ല. മന്ദര കാരണമാണ്, ദശരഥൻ കാരണമാണ്, കൈകേയി കാരണമാണ് എന്ന് ഒരിക്കലും ശ്രീരാമൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പകരം ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ആർക്കും പ്രതി ശ്രീരാമൻ തന്റെ മനസ്സിൽ നെഗറ്റീവായ ഒരു ചിന്ത പോലും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലോ ശ്രീരാമന്റെ ജീവിത പങ്കാളിയായ നാരീമണിയായ ഉത്തമ പത്നി സീത തന്നിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോൾ പോലും ശ്രീരാമൻ ഒരിക്കലും സംഘർഷത്തിൽ വന്നിട്ടില്ല. പകരം ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ശ്രീരാമൻ ആലോചിച്ചത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ശ്രീരാമൻ ചെയ്തത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം, നമ്മുടെ പ്രിയജനങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ, നമ്മളിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ നാം എന്താണ് അവിടെ ചെയ്യുന്നത്? അതേപോലെ രാവണൻ എന്നൊരു കഥാപാത്രത്തിനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും, രാവണൻ എന്ന വ്യക്തി നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൽ വരുന്ന ഭാവമാണ് അട്ടഹസിച്ച ചിരി, ആ ഒരു നടത്തം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് പഞ്ചവികാരങ്ങളാണ്. ഇന്നും ലോകത്ത് രാവണനെ പോലെ 5 വികാരങ്ങൾ, കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാരം നിറഞ്ഞ മനുഷ്യരും ഉണ്ട്. ഇങ്ങനെ രാമായണം എന്ന മഹാകാവ്യത്തിൽ അന്നും ഇന്നും മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിച്ചിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. ആയതിനാൽ
ഈ രാമായണ മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും രാവ മായണം, അജ്ഞത മായണം, ജ്ഞാനം നാം ഓരോരുത്തരും ഉൾക്കൊണ്ട് കൂടുതൽ കൂടുതൽ ഈശ്വരനുമായി അടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ ഹരേ രാമ